ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും പൂർണ്ണ സ്വാതന്ത്ര്യവും ഉത്സാഹവും നിറഞ്ഞതായിരിക്കണം. ജീവിതം ഒരു ഉത്സവമായി തീരണം. പക്ഷേ ഇതിന് നമുക്ക് കഴിയുന്നുണ്ടോ? ജീവിതത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാലും ദുഃഖത്തിൻ്റെ കഥകളേ പറയുവാനുള്ളൂ. എന്താണിതിന് കാരണം? നമുക്കെല്ലാം അറിവുണ്ട്, എന്നാൽ ബോധമില്ല എന്നുള്ളതാണ് കാരണം. നമ്മൾ ചിന്തിക്കുന്നതൊന്ന്, പറയുന്നത് മറ്റൊന്ന്, പ്രവർത്തിക്കുന്നത് ഇത് രണ്ടുമല്ല താനും. ഏതോ ഒരു അർത്ഥസ്വപ്നത്തിൽ കഴിയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം. പ്രായവും പക്വതയും ഉണ്ടെന്ന് പറയുന്നവർ കൂടി ശരിയായ ബോധത്തെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അതാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും അടിസ്ഥാനം. അതിനാൽ നമ്മൾ ഉള്ളിൽ നിന്നും ഉണരേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ അറിവിനോടൊപ്പം ബോധവും ഉണരുകയുള്ളൂ. സിഗരറ്റ് വലിക്കുന്നത് ക്യാൻസറിന് കാരണമാകുമെന്ന് സിഗരറ്റ് പാക്കറ്റിൽ തന്നെ ഫോട്ടോ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട്. പുക വലിക്കുന്നവർക്കെല്ലാം ഈ അറിവുണ്ട് താനും. എന്നിട്ടും അവർ പുകവലിക്കുന്നു. പക്ഷേ ഒരിക്കൽ ക്യാൻസർ പിടിപെടുമ്പോൾ അതിൻ്റെ ഗൗരവം അവർക്ക് ബോധ്യപ്പെടുന്നു. അപ്പോൾ മുതൽ അവർ വലി നിർത്തുന്നു. ഈ ബോധം നേരത്തെ ഉണർന്നിരുന്നെങ്കിൽ അവർക്കൊരു പക്ഷേ രോഗം ബാധിക്കില്ലായിരുന്നു. അതാണ് പറയുന്നത്, ഒരു കാര്യത്തെക്കുറിച്ച് അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ചുള്ള ബോധം അഥവാ അവബോധവും വേണം. ഈ ബോധമില്ലാത്തത് കൊണ്ടാണ് തെറ്റുകളിലേക്ക് വീഴുന്നത്, അറിവില്ലാത്തത് കൊണ്ടല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെക്കുറിച്ചും ശരിയായ ബോധമുണ്ടായാൽ നമുക്ക് തെറ്റ് ചെയ്യുവാൻ സാധിക്കില്ല. അതിനാൽ ഓരോ കർമ്മത്തിലും അറിവിനോടൊപ്പം ബോധം അഥവാ ജാഗ്രത കൊണ്ടുവരാൻ ശ്രമിക്കണം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു, ഇതുകൊണ്ട് തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനമുണ്ടോ, അതോ ദോഷമാണോ, ധർമ്മത്തിന് നിരക്കുന്നതാണോ എന്നൊക്കെയുള്ള ബോധ്യത്തോടു കൂടി ചെയ്യണം. ഓരോ ചലനത്തിലും ശ്രദ്ധയുണ്ടായിരിക്കണം. അത്തരം ബോധം വളർത്തിയെടുത്താൽ തീർച്ചയായും ജീവിതം ധന്യമായിത്തീരും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.